പോലീസിൻ്റെ ജോലിയുള്ള റിസ്ക്കുകളാണ് ഇതെല്ലാം. അതെത്രമാത്രം അവർ 24 hours ഡ്യൂട്ടി എത്ര റിസ്ക്കുകൾ അവരേറ്റ്. പലപ്പോഴും പല വാർത്തകളും കാണും. പൊതുജനം കാര്യങ്ങൾ അറിയാതാണ് പോലീസിനെ കുറ്റപ്പെടുന്നത്. അവർ ജോലിയുടെ റിസ്ക്കും ടെൻഷനും കാര്യങ്ങളും അറിയാതാണ്. അന്നൊരു ക്രിസ്മസ് തലേന്നായിരുന്നു. തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾക്കായി പള്ളിയിലേക്ക് ഇറങ്ങിയതായിരുന്നു ബിനു. ഇരുളിന്റെ മറവിൽ നിന്ന് പാഞ്ഞെത്തിയ അക്രമികൾ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അരിശം തീരാതെ അവർ ബിനുവിനെ വലിയ കുഴിയിലേക്ക് തള്ളിയിട്ടു. ആ വീഴ്ചയ്ക്ക് ശേഷം ബിനു ഒന്ന് എഴുന്നേറ്റിട്ടില്ല, കൈകാലുകൾ ചലിപ്പിച്ചിട്ടില്ല. കോഴിക്കോട് AR ക്യാമ്പിൽ ജോലി നോക്കുകയായിരുന്ന ബിനു അവധിക്കായി നാട്ടിലെത്തിയതായിരുന്നു. പ്രദേശത്തെ മണൽ മാഫിയക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിരുന്ന കാലം. മണലൂറ്റുന്ന വിവരം പോലീസിന് കൈമാറിയത് ബിനുവാണെന്ന സംശയം മാഫിയയ്ക്കുണ്ടായി. അതോടെ ബിനുവിനെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു. വഴി വെച്ച് ഇവരെ തടഞ്ഞ് വാളുമായിട്ടൊക്കെ വെട്ടുമായിരുന്നു. അവിടുന്ന് പിന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച് പോയ വഴിക്ക് ഒരു ചവിട്ടി ഒരു കുഴിയിലോട്ട് വീഴ്ത്തുമായിരുന്നു. വലിയൊരു കുഴിയായിരുന്നു. ആ കുഴി വീഴ്ചയിൽ അവിടെ കിടന്ന ആ വീഴ്ചയിലാണ് ഇത് അബദ്ധം എല്ലാം പറ്റി. ആക്രമിക്കപ്പെടുമ്പോൾ 1.5 വയസ്സായിരുന്നു ഏകമകന്റെ പ്രായം. അവന്റെ കുട്ടിക്കാലത്ത് ആശുപത്രികൾ തോറും കയറിയിറങ്ങുകയായിരുന്നു ബിനുവും ഭാര്യയും അമ്മയും. ബിനുവിനെ പരിചരിക്കാനായി ഭാര്യ അധ്യാപക ജോലി ഉപേക്ഷിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞ ബിനുവിന് ഏറ്റവും ആശ്രയമായത് പോലീസ് സേന തന്നെയാണ്. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം മുടങ്ങാതെ ബിനുവിന് ലഭിക്കുന്നുണ്ട്. എന്ത് സഹായം ആവശ്യപ്പെട്ടാലും ഒരു ഫോൺ വിളി അകലത്തിൽ സഹപ്രവർത്തകരുണ്ട്. 4 ചുവരുകൾക്കുള്ളിലാണ് ജീവിതമെങ്കിലും 8 വർഷത്തെ പോലീസ് ജീവിതം സമ്മാനിച്ച മനക്കരുത്ത് കൂട്ടിനുണ്ട്.